ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകി ഈ വേളയിൽ നമ്മെ തൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി കൂട്ടിച്ചേർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകൃപയെ ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ എന്ന് നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുവല്ലോ. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ശത്രുക്കളുടെ മേൽ തനിക്കെതിരെ തുടർച്ചയായി എഴുന്നേറ്റുകൊണ്ടിരുന്ന തൻ്റെ ശത്രുക്കളുടെ മേൽ തനിക്ക് വിജയം കർത്താവ് തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിന് ഒരു പ്രാർത്ഥനാ ഗാനവും കൃതജ്ഞതാ സ്തോത്രവുമായി ദാവീദ്, മഹാരാജാവായിരുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിലാണ് നാം ഇപ്രകാരം വായിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ തൻ്റെ വീട്ടിലുള്ളവർ, സ്വന്തം കുടുംബം, സ്വന്തം സഹോദരന്മാർ ശത്രുക്കളാകുകയും തള്ളിപ്പറയുകയും ചെയ്തു. ദൈവം ഏൽപ്പിച്ച ജോലി ആരംഭിച്ചത് മുതൽ അനേക രാജ്യങ്ങൾ, രാജാക്കന്മാർ ശത്രുക്കളായി എഴുന്നേറ്റ് വന്നു. അവരോടൊപ്പം തൻ്റെ സ്വന്തക്കാരും മിത്രങ്ങളും ശത്രുക്കളായി മാറി. ജീവിതം മുഴുവൻ ശത്രുക്കളുടെ ഞെരുക്കത്താൽ വളരെയേറെ വേദന അനുഭവിച്ച് ജീവിതം മുഴുവൻ പോരാട്ടത്തിലായി തീർന്ന ദാവീദ് ഓരോ പോരാട്ടത്തിലും തനിക്ക് ജയം നൽകിയ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നതാണ് യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ എന്ന് പറഞ്ഞ്. അതെ, കർത്താവിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉടനീളം എതിർപ്പുകളും വിരോധങ്ങളും, വിരോധികളും ശത്രുതയും ശത്രുക്കളും ഉണ്ടാകും. സ്വന്തം വീട്ടുകാർ പോലും വേണ്ട എന്ന് വയ്ക്കും, സ്വന്തം സഹോദരങ്ങൾ പോലും തള്ളിക്കളയും. ആർക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുകയില്ല. ഉള്ളവരെല്ലാം ശത്രുക്കളായി മാറും. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ജീവിക്കുന്നവനായ കർത്താവ് മാത്രം ഈ വ്യക്തിക്ക് മതി എന്ന് ദൈവം തീരുമാനിക്കയാൽ, അതെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടവർക്ക് എല്ലാവരും ശത്രുവായെന്നിരിക്കും. എന്നാലോ ജീവിക്കുന്നവനായ ദൈവം മിത്രമായിരിക്കും. ആ വലിയ ദൈവത്തിന് മുമ്പാകെ ഇവിടെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേൽ നിന്ന് കണ്ണുകളടച്ച് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഓരോ പോരാട്ടങ്ങളിലും, ഓരോ ശത്രുവിൻ്റെ മുമ്പിലും നമുക്ക് ജയം നൽകി ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്നവനായി നമ്മുടെ കർത്താവിനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവനോടെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. ഇന്ന് വരെയും ജയം നൽകിയവനായ കർത്താവിനെ, ഇതുവരെയും വഴി നടത്തിയവനായ ദൈവത്തെ, മനുഷ്യർ കൈവിട്ട വേളകളിൽ നമുക്കൊപ്പം നിന്നവനായ നമ്മുടെ കർത്താവിനെ ജീവനോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു.
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുമുമ്പിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്നു. ഞങ്ങളുടെ കർത്താവിനെ നന്ദിയോടെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ മുട്ടുകളെ മടക്കിയിരിക്കുന്ന ഈ വേളയിൽ കർത്താവേ, സ്വർഗം തുറന്ന് ദൈവാത്മശക്തി കടന്നു വന്ന് പ്രവർത്തിക്കുമാറാകണമേ. ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ കടന്നു വരുമാറാകണമേ. ദൈവാത്മാവ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമാറാകണമേ. കർത്താവിൻ്റെ കൃപ ഒരിക്കൽ കൂടി ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ.
அளவில்லா ஸ்நேகத்தினா நந்தி நந்தி நாதா அளவில்லா ஸ்நேகத்தினா. Glory to God, glory to Master, hallelujah. Praise the Lord, hallelujah, hallelujah, hallelujah. Glory to Jesus Christ, glory to God, glory to the Holy Spirit, hallelujah. Praise the Lord, hallelujah, hallelujah, hallelujah. Glory to God. നന്ദിയോട് ഞങ്ങളെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഇന്ന് വരെയും വഴി നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഈ നിമിഷം വരെയും ഞങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെയും വീണ്ടെടുത്ത് ഞങ്ങളെ ക്രിസ്തുവിനുള്ളവരാക്കി മാറ്റി തീർത്ത് അവിടുത്തെ ആത്മാവിനാൽ മുദ്രയിട്ട് ഞങ്ങളെ കർത്താവിൻ്റെ ദിനത്തിലേക്കായി കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയെ ഓർത്ത് നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. പിതാവേ, നന്ദിയോട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു കർത്താവേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. கர்த்தருன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சி தருவார். கர்த்தருன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சி தருவார். உன்னாத்துமாவை திருப்தி செய்வார், உன்னாத்துமாவை திருப்தி செய்வார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். துதிப்போரை கைவிட மாட்டார், துதிப்போரை கைவிட மாட்டார். கர்த்தர் உன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சி தருவார். கர்த்தர் உன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சி தருவார். உன்னாத்துமாவை திருப்தி செய்வார், உன்னாத்துமாவை திருப்தி செய்வார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். துதிப்போரை கைவிட மாட்டார், துதிப்போரை கைவிட மாட்டார். கர்த்தர் உன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சி தருவார். கர்த்தர் உன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சி தருவார். நுகத்தடி விரல் நீட்டை போக்கி நீபை சொல்லை நடுநின்று நீக்கி. நுகத்தடி விரல் நீட்டை போக்கி நீபை சொல்லை நடுநின்று நீக்கி. கிருபை என்னும் மதிலை பணிவார், உன்னை சுற்றிலுமே உயர்த்தி பணிவார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். துதிப்போரை கைவிட மாட்டார், துதிப்போரை கைவிட மாட்டார். கர்த்தர்
உன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சியை தருவார். கர்த்தர் உன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சியை தருவார். அவர் சொல்லி நடக்காததேது, அவர் வார்த்தை தரையில் விழாது. அவர் சொல்லி நடக்காததேது, அவர் வார்த்தை தரையில் விழாது. சொன்னதிலும் அதிகம் செய்வார், உன்னை நன்றியுடன் பாட செய்வார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். துதி போரை கைவிட மாட்டார், துதி போரை கைവിട മാട്ടാർ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു പിതാവേ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നതിനാൽ, ഞങ്ങളെ സംരക്ഷിക്കുന്നവനായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കൊപ്പമുള്ളതിനാൽ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. Glory to God, glory to Master, hallelujah. Glory to God, glory to Jesus Christ, hallelujah. Praise the Lord, hallelujah, hallelujah, hallelujah. Glory to God, glory to Master, hallelujah. Praise the Lord. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു കർത്താവേ, നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. അല്പനേരം കൂടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് പിന്നെയും ഇടപെടുമാറാകണമേ. കർത്താവിൻ്റെ ആത്യന്ത ശക്തി ഓരോ ഹൃദയങ്ങളോടും ഇടപെടുമാറാകണമേ. രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങളെ വിടുവിക്കുന്നതിനാൽ, കാത്തു സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ കരം ഞങ്ങളോടൊപ്പം കടന്നു വരുന്നതിനാൽ, ദൈവത്തിൻ്റെ കരം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ത്തി അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Praise the Lord. Hallelujah. യെശയ്യാ പ്രവചന പുസ്തകം 89 അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചന പുസ്തകം 59:1. നോക്കൂ, രക്ഷിക്കാൻ കഴിവില്ലാത്ത വണ്ണം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ കഴിവില്ലാത്ത വിധം അവൻ്റെ കാത് മന്ദിച്ചു പോയിട്ടുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, രക്ഷിക്കാൻ കഴിവില്ലാത്ത വണ്ണം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്നെ കരം നീട്ടി നിന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത വണ്ണം ദൈവത്തിൻ്റെ കരങ്ങൾ ചുരുങ്ങിപ്പോയിട്ടില്ല. നീ യേശുവിങ്കിൽ വന്നാൽ നിന്നെ അനുഗ്രഹിക്കുവാൻ, കരം നീട്ടി അനുഗ്രഹിക്കുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ കഴിവില്ലാത്ത വിധത്തിൽ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ കഴിവില്ലാത്ത വിധം അവൻ്റെ കാത് മന്ദിച്ചു പോയിട്ടുമില്ല. നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ അവൻ്റെ കാതുകൾ മന്ദിച്ചു പോയിട്ടില്ല. കാത് തുറന്നിരിക്കുകയാണ്. നിൻ്റെ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിൻ്റെ കാതുകൾ തുറന്നിരിക്കുകയാണ്.
ദൈവത്തിൻ്റെ കാതുകൾ മന്ദിച്ചു പോയിട്ടില്ല. കരം നീട്ടി നിന്നെ രക്ഷിക്കുവാനും കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കുവാനും സാധിക്കാത്ത വിധത്തിൽ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, ചുരുങ്ങിപ്പോയിട്ടില്ല. കരം, നീണ്ട കരം, കർത്താവിൻ്റെ നീണ്ട കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിവില്ലാത്ത വിധത്തിൽ കർത്താവിൻ്റെ കാതുകൾ മന്ദിച്ചു പോയിട്ടില്ല. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നിന്റെ പ്രാർത്ഥന അപേക്ഷകൾ എന്തായാലും അവനത് കേൾക്കും. കേൾക്കുവാൻ ആ കാതുകൾ മന്ദീഭവിച്ചു പോയിട്ടില്ല. കർത്താവിൻ്റെ കരങ്ങൾ നീട്ടി നിന്നെ അനുഗ്രഹിക്കത്തക്ക വിധത്തിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്നു. കാരണം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. രണ്ടാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ അപരാധങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനുമിടയിൽ ഒരു വിടവുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്ത രീതിയിലും കർത്താവിൻ്റെ കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കാൻ സാധിക്കാത്ത രീതിയിലും നിനക്കും കർത്താവിനും ഒരു വിടവുണ്ടാക്കിയിരിക്കുന്നു. നീ ഇപ്പുറത്ത്, കർത്താവ് അപ്പുറത്ത്, നടുക്ക് കുറേ സ്ഥലം. അതാണ് വിടവ്. നീ ഈ വിടവ് അകറ്റി ഇപ്പുറത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ അരികിൽ നീ വരണം. കർത്താവല്ല അങ്ങോട്ട് വരേണ്ടത്, നീ കർത്താവിനെ തേടി വരണം. നീ കർത്താവിനെ തേടി വരാതെ ഒരകൽച്ച കർത്താവിനും നിനക്കും നടുവിൽ ഉണ്ടായിപ്പോയി. അതാണ് നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാത്തത്. അതാണ് നിന്നെ പൂർണ്ണമായി കർത്താവ് അനുഗ്രഹിക്കാത്തത്. കുറേ അല്പം അനുഗ്രഹങ്ങൾ, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം. പൂർണ്ണമായി നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം തരാൻ ദൈവം തയ്യാറാണ്. പക്ഷേ നിനക്കൊരു വിടവ് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ അപരാധങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനുമിടയിൽ ഒരു വിടവുണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അവൻ്റെ മുഖത്തെ നിങ്ങളിൽ നിന്നും മറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ കേൾക്കാത്തത്. നിങ്ങൾ ചെയ്ത പാപം, അന്യായം, അക്രമങ്ങൾ നിനക്ക് നിൻ്റെ കർത്താവിന് ഇടയിൽ ഒരു വിടവുണ്ടാക്കി കളഞ്ഞു. നീ അകന്ന് നിൽക്കുകയാണ്. പാപം, ഞാൻ പാപിയാണ്, ഈ മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെ പോകും? ചാരായവും കുടിക്കുന്നു, ബ്രാൻഡിയും കുടിക്കുന്നു, കള്ളത്തരവും കാണിക്കുന്നു, കളവും കാണിക്കുന്നു, വ്യഭിചാരവും ചെയ്യുന്നു. എല്ലാവിധ പാപത്തിൽ ഇരുന്നും കൊണ്ട് ഈ കർത്താവിനെ വിളിച്ചാൽ എങ്ങനെ കർത്താവ് കാതുകൊടുത്ത് നിൻ്റെ പ്രാർത്ഥന കേൾക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാപം നിന്നെ വേർപെടുത്തുന്നു കർത്താവിൽ നിന്ന്. അതുകൊണ്ട് അവൻ നിന്റെ പ്രാർത്ഥനകൾ നിരസിച്ചിരിക്കുന്നു. നിന്റെ പാപം കർത്താവിൽ നിന്നും നിനക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെ അകറ്റിക്കളഞ്ഞു. യെശയ്യാ പ്രവചനം 1-ാമത്തെ അധ്യായം 15 കർത്താവ് പറയുന്നു, വായിക്ക. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ കൈ നീട്ടുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ നിങ്ങളിൽ നിന്നും തിരിച്ചു കളയും. നിങ്ങൾ എന്നെ നോക്കി കരം നീട്ടുമ്പോൾ, കർത്താവേ 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 എന്ന് നിങ്ങൾ കരം നീട്ടി എന്തെങ്കിലും പ്രാർത്ഥന അപേക്ഷ വയ്ക്കുമ്പം
ഞാൻ നിങ്ങളിൽ നിന്നും ഞാൻ കണ്ണുകൾ അകറ്റിക്കളയും, മാറ്റിക്കളയും, പോടാൻ. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ എനിക്കിഷ്ടമില്ല. നീ പാപിയാണ്, നീ ഒരു മദ്യപാനിയാണ്, നീ ഒരു അക്രമിയാണ്, നീ ഒരു മനസാക്ഷിയില്ലാത്തവനാണ്, നീ എപ്പോഴും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്, നീ കള്ളനാണ്. നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല, നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. വായിക്ക്, നിങ്ങൾ എത്ര അധികം പ്രാർത്ഥിച്ചാലും ഞാൻ ശ്രദ്ധിക്കുകയില്ല. നീ മുട്ടിന്മേൽ നിന്നും നിന്നുകൊണ്ടും ഇരുന്നും കറങ്ങിയും നിന്നുമൊക്കെ നീ പ്രാർത്ഥിക്കും, പക്ഷെ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല. ദൈവം പറയുന്നു, മനസ്സാക്ഷിയിൽ കുറ്റമില്ലാതെ കാണപ്പെടുന്നവരുടെ പ്രാർത്ഥന മാത്രമേ കർത്താവ് കേൾക്കുകയുള്ളൂ. പാപത്തിൽ ഉറഞ്ഞു തിരിഞ്ഞു വരുന്നവരുടെ പ്രാർത്ഥന ഒന്നും കർത്താവ് കേൾക്കില്ല. പാപം ഉപേക്ഷിക്കണം, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം, പാപത്തിനൊരു മാപ്പ് നിനക്ക് കിട്ടണം. ആ പാപപൂർത്തി പ്രാപിച്ചതിന് ശേഷം നീ കർത്താവിനെ വിളിച്ചാൽ കർത്താവ് നിനക്ക് ചെവി തരും. നിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അത് നിനക്ക് ചെയ്തു തരും. നീ വിളിക്കുമ്പോൾ കർത്താവ് നിനക്ക് ഉത്തരം തരും. അല്ലാതെ നിന്നെ കരം നീട്ടി അനുഗ്രഹിക്കുവാൻ തക്ക ശക്തി കർത്താവിനില്ലാത്തത് കൊണ്ടല്ല, കർത്താവിൻ്റെ കരം ചുരുങ്ങിപ്പോയിട്ടുമില്ല, കർത്താവിൻ്റെ കാതുകൾ മന്ദീഭവിച്ചു പോയിട്ടുമില്ല, നിൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തക്ക രീതിയിൽ. ഈ കാര്യം നീ ഓർക്കണം, ഈ കാര്യം ഓർക്കണം. പാപം നിന്നെ കർത്താവിൽ നിന്നും അകറ്റിയിരിക്കുന്നു. പാപത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പാപത്തിനായി കേഴുകയും പാപത്തിനായി കർത്താവിനോട് മാപ്പിരക്കുകയും പാപം കർത്താവ് നിനക്ക് പാപക്ഷമ നിനക്ക് തരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീ കടന്നു വരുമ്പോൾ നിന്നെ കർത്താവ് കരം നീട്ടി അനുഗ്രഹിക്കും. നിന്റെ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. കർത്താവിൻ്റെ കാതുകൾ ഒരിക്കലും മന്ദീഭവിച്ചു പോയിട്ടുമില്ല. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു. നീ ആ കർത്താവിനെ സമീപിക്കണം. നീ സമീപിച്ചാൽ യേശുവിനെ കണ്ടെത്തും. നീ യേശുവിനെ തേടിയാൽ യേശുവിനെ കണ്ടെത്തും. നീ യേശുവിനെ തേടിയില്ലെങ്കിൽ കണ്ടെത്തുകയില്ല. നീ യേശുവിനെ തേടിയാൽ ദൈവം നിന്നെ തേടി വരും. നീ യേശുവിനെ അന്വേഷിച്ചാൽ ദൈവം നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വരും. അതാണ് ദൈവം, ദയവുള്ള ദൈവം, നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നിനക്കായി കരുതുന്ന ദൈവം. ഇന്നും നിനക്ക് ഭക്ഷണവും നിനക്ക് വസ്ത്രവും കിടക്കാൻ കിടപ്പാടവും ഒരു തൊഴിലും ആ തൊഴിലിൽ നിന്നൊരു വരുമാനവും തരുന്നത് ആരാണ്? ദൈവമാണ്. ദൈവം തരുന്നതാണ്. ഇത് വളരെ സാമർഥ്യപൂർവം പലരും മറന്നുപോകുന്നു. ആ ദൈവത്തെ മറന്നുപോകുന്നു. ആ ദൈവത്തെ സമീപിക്കുന്നവർക്ക്, ആ ദൈവവുമായി രമ്യപ്പെടുന്നവർക്ക്, ആ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നവർക്ക് ഒരു കൂട്ടായ്മ ആ ദൈവത്തോടുണ്ട് എങ്കിൽ ആ ദൈവം കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ കാത്തിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനകൾ കേൾക്കാൻ വയ്യാത്ത വിധത്തിൽ കർത്താവിൻ്റെ കാതുകൾ മന്ദീഭവിച്ചു പോയിട്ടില്ല എന്നുള്ള പരമസത്യം നീ മനസ്സിലാക്കണം. വിശുദ്ധിയോടുകൂടി കാണപ്പെട്ടാൽ മാത്രമേ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. നീ സകലവും പാപങ്ങളും ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാതെ, അടുത്തിരിക്കുന്നവരെയും സ്നേഹിക്കാതെ, എല്ലാവരോടും കുശുമ്പും വൈരാഗ്യവും വിരോധവും വച്ചുകൊണ്ട് നീ കർത്താവിനെ തേടിയാൽ കർത്താവ് നിൻ്റെ അടുത്ത് വരികയില്ല. നിൻ്റെ അടുത്ത് വരാൻ കാത്തിരിക്കുന്നു, പക്ഷെ നിൻ്റെ അടുത്ത് വരികയില്ല. നിൻ്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി, നിൻ്റെ ഹൃദയം അങ്ങനെ ആയിപ്പോയി. ആരോടും ദയവില്ല, ആരോടും ഒരു ദയവില്ല, സ്നേഹമില്ല. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നു അതുപോലെ എന്നെ സ്നേഹിക്കുന്നവൻ നിൻ്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. ആര് ചെയ്യുന്നു? ആര് ചെയ്യുന്നു? രക്ഷിക്കപ്പെട്ടെന്ന് പേരല്ലേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരമ്യായുടെ പുസ്തകം 17-ാം അധ്യായം
അതിൻ്റെ 5-ാമത്തെ വാക്യം. യിരെമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം. മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ച് ജഡത്തെ ആശ്രയമാക്കി കർത്താവിൽ നിന്ന് ഹൃദയത്തെ വ്യതിചലിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യനെ സ്നേഹിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യനിൽ ആശ്രയം അർപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തെ വിട്ടുകളഞ്ഞും കൊണ്ട് കേവലം മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നവൻ അവൻ ദൈവത്തിന് ശപിക്കപ്പെട്ടവനാണ്. നാം വിശ്വാസം അർപ്പിക്കേണ്ടത് കർത്താവിലാകുന്നു, ദൈവത്തിലാകുന്നു. നമ്മെ സൃഷ്ടിച്ച കർത്താവ്, ഈ ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചത് ആ നല്ല ദൈവമാണ്. അവൻ സൃഷ്ടിച്ചു, നമ്മെ ഇന്നുവരെയിലും കാത്തു സൂക്ഷിക്കുന്നു. ആഹാരവും വസ്ത്രവും കിടപ്പാടവും തൊഴിലും വരുമാനവും ഒക്കെ തന്ന് നമ്മെ സ്നേഹിക്കുന്ന നല്ലവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. അങ്ങനെ ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നിന്നുള്ള ഒരു നല്ല ഹൃദയം നിനക്കുണ്ടാകണം. ഇവിടെ തിരുവചനം പറയുന്നു, ആശ്രയം മനുഷ്യനിൽ അർപ്പിക്കരുത്. കുറേ നിൻ്റെ സ്വന്തക്കാരനിലോ നിൻ്റെ ബന്ധുക്കളിലോ യവനെങ്കിലും പണക്കാരനായിരിക്കാം. പണക്കാരൻ നമുക്കുണ്ടല്ലോ, സ്വന്തം അമ്മാവനാണ്, അളിയനാണ്, സഹോദരനാണ്, സഹോദരിയാണ്. നല്ല പൈസയും വരുമാനവും വോട്ടും എല്ലാം ഉണ്ട്. എന്തെങ്കിലും കാര്യം വന്നാൽ അവരെന്നെ സഹായിക്കും. എനിക്കവർ മതി. എനിക്ക് പ്രാർത്ഥനയും കീർത്തനയ്ക്കൊക്കെ പോകാൻ എനിക്ക് നേരമില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ എന്നെ സഹായിക്കാൻ വേറെ ആളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, മനുഷ്യനിൽ കേവലം ജഡം മാത്രമായ മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജഡത്തെ, മനുഷ്യ ശരീരത്തെ മാത്രം ആശ്രയമാക്കി ദൈവത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തെ മാറ്റിക്കളഞ്ഞാൽ നീ ശപിക്കപ്പെട്ടവനാണ്. തുടർന്ന് വായിക്കാം, 7-ാമത്തെ വാക്യം വായിക്കാം. കർത്താവിൽ, അതേസമയം കർത്താവിൽ ആശ്രയം അർപ്പിച്ച് കർത്താവിനെ ആശ്രയമാക്കുന്നവൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയ. മനുഷ്യനെ ആശ്രയിക്കാതെ, മനുഷ്യനിൽ ആശ വയ്ക്കാതെ, മനുഷ്യനിൽ പ്രതീക്ഷകൾ അർപ്പിക്കാതെ നീ കാണപ്പെടണം. മനുഷ്യൻ നിന്നെ പറ്റിക്കും. തരാമെന്ന് പറയും, തരിയില്ല. ഇന്ന ദിവസം വാടാ നിനക്ക് പണം തരാമെന്ന് അവൻ പറയും, അവൻ തരിയില്ല, നിന്നെ പറ്റിച്ച് കളയും. എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിന്നെ പറ്റിക്കുന്നവനാണ് മനുഷ്യൻ. നിന്നെ സ്നേഹിക്കുന്നവർ അപൂർവം ആളുകളെ ഉള്ളൂ. 100 പേര് നിനക്ക് സ്വന്തക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ 1 2 മാത്രമേ കാണത്തുള്ളൂ നിന്നെ ഹൃദയംഗമായി സ്നേഹിക്കുവാൻ. മറ്റുള്ളവനൊക്കെ അഭിനയിക്കുന്നവനാണ്. അതാണ് കർത്താവ് പറയുന്നത്, മനുഷ്യ ശരീരത്തെ ആശ്രയിക്കരുത്. അങ്ങനെ ആശ്രയിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ മനുഷ്യനിൽ ആശ്രയം അർപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതേസമയം കർത്താവിൽ ആശ്രയം അർപ്പിച്ച് കർത്താവിനെ ആശ്രയമാക്കുന്നവൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വസിക്കാൻ തക്ക മനുഷ്യനില്ല ലോകത്ത്. ആ മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്കെൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ യേശു എനിക്ക് മതിയായവൻ, എനിക്ക് രക്ഷ നൽകിയ യേശു എനിക്ക് മതിയായവൻ, എനിക്ക് ആ ജീവൻ്റെ അംശം എനിക്ക് പകർന്നു തന്ന ആ യേശു മതിയായവൻ, ഇത്രയും കാലം എന്നെയും കുടുംബത്തെയും ഞാൻ ചെയ്യുന്ന തൊഴിലിനെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ യേശു മാത്രം എനിക്ക് മതി. ഈ മനുഷ്യർ
കള്ളത്തരം പ്രവർത്തിക്കുന്ന ഈ മനുഷ്യരാരും എനിക്ക് ആശ്രിതരല്ല. ഇവരാരും എനിക്ക് ഉറപ്പുള്ളവരല്ല. ഏതു നേരവും എന്നെ വിട്ടു പോകുന്നവരാണ്. ഇവരെ എനിക്ക് വേണ്ട. കർത്താവേ, നീ മാത്രം എനിക്ക് മതി, നിന്നെ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്ന് ഹൃദയംഗമമായി നിന്റെ യേശുവിനോട് നിനക്ക് പറയാൻ കരുത്തുണ്ടോ? നിന്റെ യേശുവിനോട് ഇക്കാര്യം തുറന്നു പറയുവാനുള്ള ചങ്കൂറ്റമുണ്ടോ? ഉണ്ട് എങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും. ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അതൊക്കെ വേറെ, അതിരിക്കട്ടെ, കുഴപ്പമില്ല. ബന്ധക്കാരും ഇല്ല എന്നല്ല, ബന്ധുക്കാരും വേണം, സ്വന്തക്കാരും വേണം, എല്ലാവരും വേണം. പക്ഷേ അവരെ മാത്രം നീ ആശ്രയിച്ചിരുന്നാൽ നീ തോറ്റുപോകും. നിന്റെ ആപ്പീസ് പൂട്ടിപ്പോകും. നീ ആശ്രയിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ദൈവത്തെ മാത്രമേ നീ ആശ്രയിക്കാവൂ. അതിലാണ് നിനക്ക് രക്ഷ. ദൈവത്തെ ആശ്രയിക്കാത്തവൻ അവൻ ആരാണ്? അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തെ വിശ്വസിക്കാതെയും ദൈവത്തെ ആശ്രയിക്കാതെയും കാണപ്പെടുന്നവൻ ശപിക്കപ്പെടുന്നവൻ. അതേസമയം ദൈവത്തെ വിശ്വസിക്കുന്നവൻ ആരാണോ, പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തെ അംഗീകരിക്കുന്നവൻ ആരാണോ, അവൻ അനുഗ്രഹിക്കപ്പെടും. അവനെന്നും അനുഗ്രഹീതനായി കാണപ്പെടും. മനുഷ്യനെ സ്നേഹിക്കരുത്. മനുഷ്യ സ്നേഹം വേറെ. മനുഷ്യനിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് അവനിൽ ആശ്രയം വെച്ച് അവൻ്റെ പുറകെ നടക്കരുത്. നീ എല്ലാവരെയും സ്നേഹിക്കണം. ദൈവം എല്ലാവരെയും സ്നേഹിക്കാൻ പറയുന്നു. ആരോടും പിണക്കം വേണ്ട, വിരോധം വേണ്ട എന്ന് കർത്താവ് പറയുന്നു. അതേസമയം മനുഷ്യനെ മാത്രം നീ ആശ്രയിക്കുന്നത് നിനക്കത് വിനയായി മാറും. നീ നിൻ്റെ കുടുംബമായാലും ശരി, നീ ആശ്രയിക്കരുത്. നിൻ്റെ സ്വത്തിലും ആശ്രയിക്കരുത്. നിനക്ക് വലിയ ബന്ധുക്കളുണ്ട്, വലിയ സ്നേഹിതന്മാരുണ്ട് എന്ന് നീ വിചാരിക്കും. ഈ സ്നേഹിതരും ഈ ബന്ധുക്കളും നിൻ്റെ സ്വത്തും നിൻ്റെ കൂടെ വരിയില്ല. ഇതൊക്കെ പോകുന്ന വഴിക്ക് നിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരിക്കുന്നത് യേശു മാത്രമായിരിക്കും. യേശു നിന്നെ കൈവെടിയുകയില്ല. യേശു ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആ യേശുവിനെ സ്നേഹിക്കുവാനുള്ള നല്ല മനസ്സിനൊക്കെ എങ്കിൽ ആ യേശു കരം ഉയർത്തി നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. നിനക്കെന്താണോ ആവശ്യം അതൊക്കെ യേശു ചെയ്തു തരും. യേശു നിൻ്റെ അപ്പനാണ്. രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം യേശു അപ്പനാണ്. ആരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ അപ്പൻ യേശു ആകുന്നു. നീ യേശുവിനോട് രക്ഷ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ആ യേശുവിനോട് തിരിച്ചു വാ. ആ യേശുവിനെ തേടി വാ. എങ്കിൽ യേശു നിന്നെ തേടി വരും. നിങ്ങൾ അന്യോന്യം കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് പാവങ്ങൾ നീ ഏറ്റുപറയുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്നു, ക്ഷമിക്കുവാൻ കാത്തിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുവാൻ കാത്തിരിക്കുന്നു, രക്ഷ നൽകുവാൻ കാത്തിരിക്കുന്നു, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ആ യേശു കാത്തിരിക്കുന്നു. ഇത് നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ആരും നിൻ്റെ കൂടെ അവസാനം വരിയില്ല. നീ ചിരിക്കുമ്പോൾ 10 പേര് നിൻ്റെ കൂടെ ചേർന്ന് ചിരിക്കും. നീ ചിരിക്കുമ്പോഴേ നിൻ്റെ കൂടെ ചേർന്ന് ചിരിക്കാൻ 10 പേര് വരും. പക്ഷെ നീ കരയുമ്പം ഒരുത്തനും കാണില്ല. നീ കരയുമ്പോൾ നീ മാത്രം കുത്തിയിരുന്ന് കരയും. നീ കരയുമ്പോൾ നിൻ്റെ കൂടെ നിൻ്റെ നിഴല് മാത്രമേ ഉണ്ടാകൂ, വേറെ ഒരുത്തനും കാണുകയില്ല. അതാണ് ഈ ലോകം. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ മക്കളായി നീ കാണപ്പെടുകയും ആ ദൈവത്തോട് നീ സംസാരിക്കുകയും ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കാണപ്പെടുകയും ആ ദൈവത്തിന് ഹിതമായ കാര്യങ്ങൾ ചെയ്യുകയും ദൈവം ബൈബിളിൽ എന്തു പറയുന്നുവോ ആ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ യേശു അപ്പനൊപ്പം
ആ യേശു അപ്പനോടുകൂടി നീ നടക്കുകയും ചെയ്യണം. നിനക്ക് വേറെ ആൾ വേണ്ട. യേശുവിൻ്റെ കൂടെ തനിച്ചു പോയാലും നീ കരുതണം, എൻ്റെ കൂടെ യേശുണ്ട്. ഞാൻ നടക്കുന്നു, എൻ്റെ കൂടെ യേശുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നു, എൻ്റെ കൂടെ യേശുണ്ട്. ഞാൻ കടലിൽ പണിയെടുക്കുന്നു, ആ കടലിൽ എൻ്റെ കൂടെ യേശുണ്ട്. ഈ ധാരണ നിനക്കുണ്ടാകണം. എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ മീൻ പിടിക്കുമെന്ന് നീ മിണ്ടിപ്പോകരുത്. നിൻ്റെ സാമർഥ്യമല്ല, കർത്താവ് തരുന്ന സാമർഥ്യം കൊണ്ടാണ് നീ മീൻ പിടിക്കുന്നത്. ഈ കാര്യം നിനക്ക് ഓർമ്മ വേണം. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുക, പരിപൂർണമായി ദൈവത്തെ ആശ്രയിക്കുക. ആ ദൈവം നിന്നെ സഹായിക്കും. ആ ദൈവം നിൻ്റെ കുടുംബത്തെ ഉയർത്തും. ആ ദൈവം നിനക്കായി എല്ലാം ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം. യേശു പറയുന്നു, ഇത് പറയുന്നത് യേശുവാണ്. യേശു എന്തു പറയുന്നു? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തും ചോദിക്കുക, അത് നിങ്ങൾക്ക് നൽകപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നോടൊപ്പം എൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾ വസിക്കണം, നിങ്ങൾ താമസിക്കണം. എൻ്റെ കൂട്ടായ്മയിൽ എന്നോടൊപ്പം നീ താമസിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു നിന്നോടൊപ്പം താമസിക്കുവാൻ. ദൈവത്തിനൊരാഗ്രഹം. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നോട് വലിയ മതിപ്പും സ്നേഹവുമാണ്. ആ ദൈവം പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ. അതെന്താണ്? വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുക. വചനം, ദൈവത്തിൻ്റെ വചനത്തെ നീ കേൾക്കുക മാത്രമല്ല, ആ വചനം കേൾക്കുന്നതിനോടൊപ്പം ആ വചനത്തെ സ്വീകരിച്ച് വചനപ്രകാരം നീ നടക്കണം. നീ വചനപ്രകാരം ജീവിക്കണം. വചനത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, അത് നാം ചെയ്യണമെന്നുള്ള ബോധ്യം നിനക്ക് വേണം. വചനത്തിൽ എന്തും പറഞ്ഞുകൊണ്ട് പോട്ടെ, അതൊക്കെ നമുക്ക് ചെയ്യാനൊക്കുമോ? നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യണ്ട. ദൈവത്തിനായിട്ട് പുറത്തിറങ്ങി നടക്കാനൊക്കും, ആത്മാക്കളെ തേടാനും പിടിക്കാനൊക്കെ. അതൊക്കെ ജോലിയും വിലയും ഇല്ലാത്ത ആരെങ്കിലും കാണും, അവർ ചെയ്യട്ടെ. നമുക്കിതൊന്നും ഈ വചനവും നമുക്ക് വേണ്ട. നമ്മൾ പോവുക, പ്രാർത്ഥിക്കുക, നമ്മളെ കാര്യം നടക്കുക, അതോടെ വീട്ടിൽ പോവുക. അവർക്കല്ല ദൈവം. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവം അത്താണിയാണ്. ദൈവത്തെ മാത്രം ആശ്രയിച്ച് നീ ജീവിച്ചാൽ നിൻ്റെ കുടുംബം സുരക്ഷിതമായി കാണപ്പെടും. ദൈവം എല്ലാ വിധത്തിലും നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നീ ചെയ്യുന്ന തൊഴിലിനെ അനുഗ്രഹിക്കും. തൊഴിലിന് തക്ക വരുമാനം കർത്താവ് നിനക്ക് തരും. ആ ദൈവവുമായിട്ടുള്ള ബന്ധം, ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഉണ്ടായാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല, സന്തോഷം ഉണ്ടാകുകയില്ല, വരുമാനം കിട്ടുകയില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കത്തക്ക രീതിയിൽ നീ മാറണം. നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു. കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കാതുകൾ തുറന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. ആ ദൈവവുമായൊരു കൂട്ടായ്മ നിനക്ക് വേണം. കൂട്ടായ്മ വേണം. മനുഷ്യരോടല്ല, മനുഷ്യരെ സ്നേഹിക്കുക, അവരോട് സംസാരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ മനുഷ്യരെ കൊണ്ട് നിനക്കൊരു ഗുണമില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. ആ മനുഷ്യരെ കൊണ്ട് നീ സ്വർഗത്തൊന്നും പോവില്ല, നരകത്ത് തന്നെ പോകും. പക്ഷേ ജീവിക്കുന്ന നാളുകളിൽ യേശുവിനോടൊപ്പം ഈ ലോകത്ത് നീ കാണപ്പെട്ടാൽ നീ സ്വർഗത്ത് പോകും. അതാണ് രണ്ടിലുമുള്ള വ്യത്യാസം. പിശാച് ദൈവത്തെ സ്നേഹിക്കുവാൻ അനുവദിക്കുകയില്ല. ആ മനസ്സ് നിനക്ക് തരികയില്ല. സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം രക്ഷിക്കപ്പെട്ടവർ. രാത്രിയിലോ പകലിലോ
പാതിരാത്രിയിലോ വെളുപ്പാങ്കാലത്തോ ഒക്കെ ഓർമ്മ വരുമ്പോൾ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കണം. അവരാണ് ദൈവമക്കൾ, അവരാണ് ദൈവം സ്നേഹിക്കുന്ന മക്കൾ. അപ്പോൾ നീ ആശ്രയിക്കുന്നത് ദൈവത്തിലാണെന്നുള്ളത് ശരിക്കും ബോധ്യമാകുന്നു. നീ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രിതനായി കാണപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇവിടെ തിരുവചനം പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും ചോദിക്കുക, അത് നിങ്ങൾക്ക് നൽകപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, എന്നിൽ നിങ്ങൾ ആശ്രിതരായി കാണപ്പെടുന്നു എങ്കിൽ, എൻ്റെ വചനം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾ കേൾക്കുന്നതും വായിക്കുന്നതുമായ വചനത്തിന് അനുസരിച്ച് നീ ജീവിക്കുന്നു എങ്കിൽ, കർത്താവിനെ സന്തോഷിപ്പിക്കുന്നു എങ്കിൽ, ദൈവഹിതപ്രകാരം നീ ഈ ലോകത്ത് ജീവിക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെതായ ആഗ്രഹങ്ങൾ നീ നിറവേറ്റിക്കൊണ്ട് ദൈവത്തോടൊപ്പം യേശുവിനോടൊപ്പം ദിവസവും നീ കാണപ്പെടുന്നു എങ്കിൽ, ആ കർത്താവ് എന്തു പറയുന്നു? നീ ചോദിക്ക. എടാ, എന്ത് വേണമെന്ന് ചോദിക്ക. നിനക്ക് എന്ത് വേണം എന്നോട് ചോദിക്ക, നിനക്ക് നൽകപ്പെടും. നിനക്ക് ഞാൻ തരും. നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. നീ എൻ്റെ മകനായി മകളായി മാറും. നിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരിയായി ഞാൻ കടന്നു വരും. നിനക്ക് എന്താണോ പ്രശ്നം? കടമാണോ പ്രശ്നം? മറ്റുള്ള കുടുംബ സമാധാനമില്ലായ്മയാണോ പ്രശ്നം? മറ്റുള്ള രീതിയിലുള്ള മനപ്രയാസങ്ങളും ഉപദ്രവങ്ങളുമാണോ നിനക്ക് തടസ്സമായി കാണപ്പെടുന്നത്? ആ തടസ്സങ്ങളൊക്കെ അകറ്റി നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന രഹസ്യം എന്താണ്? നിൻ്റെ ഹൃദയത്തിൽ നീ ഇച്ഛിക്കുന്നത് എന്താണ്? നിൻ്റെ മനസ്സിൽ നീ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്ത് വേണമെന്നാണ് നീ ചിന്തിക്കുന്നത്? ഓ, ആ ആവശ്യം എന്തായാലും നീ എന്നോട് തുറന്ന് ചോദിക്ക. യേശു പറയുന്നു, യേശുവിൻ്റെ പൊന്നുമക്കളോട് യേശു പറയുന്നു, നിനക്ക് എന്ത് ആവശ്യമുണ്ടോ, ഈ ഭൂമിയിൽ എന്താണോ നിനക്ക് ആവശ്യം, തുറന്നു പറ, എന്നോട് തുറന്നു പറ. ഞാൻ നിനക്കായി എല്ലാം ചെയ്തു തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന യേശുവിൻ്റെ തിരുവചനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ നടന്ന് ചെല്ലാം. യേശു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങളാശ്രയമേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ,
ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധി വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങളാശ്രയമേ വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങളാശ്രയമേ നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്നും കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്നും വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ ഗദസമാനയെന്ന തോട്ടത്തിലെത്തി ഭവാൻ ഗദസമാനയെന്ന തോട്ടത്തിലെത്തി ഭവാൻ രക്തം വിയർത്തധിക ദുഃഖം അനുഭവിച്ച് രക്തം വിയർത്തധിക ദുഃഖം അനുഭവിച്ച് ചരിതമൊട്ടിടുമ്പോൾ മന മുരുകിടുന്നു പരാ ചരിതമൊട്ടിടുമ്പോൾ മന മുരുകിടുന്നു പരാ നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ വൻപ്രതികൂല മധ്യേ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ വൻപ്രതികൂല മധ്യേ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളണി സതതം തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളണി സതതം ലോകൈക സദ്ഗുരുവേ സ്വജീവന തരുവേ ലോകൈക സദ്ഗുരുവേ സ്വജീവന തരുവേ ദാസർക്കഭീഷ്ടമേകും മന്ദാരമാം തരുവേ ദാസർക്കഭീഷ്ടമേകും മന്ദാരമാം തരുവേ തിരുവടി നിയതം ഞങ്ങൾ കരുളണം അഭയം തിരുവടി നിയതം ഞങ്ങൾ കരുളണം അഭയം തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനേ തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനേ ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാത്തവ പാദങ്ങളാശ്രയമേ വണങ്ങിടുന്നടിയാത്തവ പാദങ്ങളാശ്രയമേ. ஹalleluya ஹalleluya ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். அளவிட முடியாத நன்மைகள் அனைத்தையும் தம்முடைய அருமையான மக்களுக்கு அளித்து வருகிற நல்ல ஆண்டவராம் கடவுளவர். ஹalleluya ஹalleluya ஹalleluya. லூக்கா நற்செய்தி 11ஆம் அதிகாரம் 5 முதல் 8 வரை வாசிப்போம். உங்களுள் ஒருவன் தன் நண்பனிடம் நள்ளிரவில் சென்று, நண்பா, உங்களில் ஒருவன், ஆண்டவர் கூறுகிறார், உங்களில் ஒருவன் தன் நண்பனிடம் சென்று, நண்பா, எனக்கு 3 அப்பம் கடன் கொடு, எனக்கு 3 அப்பம் தேவை, கடன் கொடு, ஏனெனில் பயணம் செய்த என்னுடைய நண்பர்களில் ஒருவன் என்னிடம் வந்திருக்கிறான், அவனுக்கு கொடுக்க என்னிடத்தில் ஒன்றும் இல்லை என்று கூறுகிறான். இரவு நேரத்தில் படுத்திருக்கும் போது தன்னுடைய பிள்ளைகளோடு படுத்திருக்கும் ஒரு நண்பனிடம் வந்து உதவி கேட்கிறான் இன்னொருவன். அவன் என்ன கேட்கிறான்? நண்பா, என்னுடைய நண்பன் இந்த நேரத்தில் என்னிடம் வந்திருக்கிறான், அவனுக்கு கொடுப்பதற்கு என்னிடம் உணவு ஒன்றுமே இல்லை, ஆதலால்
மூன்று அப்பம் உனக்கு கடன் கொடு என்று கேட்கிறான். அதற்கு நண்பன், என்னை தொந்தரவு செய்யாதே, கதவு பூட்டியாய் விட்டது, என் குழந்தைகளும் என்னோடு படுக்கையில் இருக்கின்றார்கள், எடுத்து அப்பம் உண்டு, ஆனால் அதை எடுத்து உனக்கு கதவை திறந்து கொடுக்க முடியாது என்றான். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. மறைமுகமான ஒரு பரம ரகசியம் ஆண்டவர் இயேசு தம்மோடு இருந்தவர்களிடம் கூறுகிறார். இரவு சாம நேரத்தில் நண்பன் ஒருவன் இல்லத்தில் வந்து தட்டுகிறான், கதவை திற, என்னுடைய நண்பன் வந்திருக்கிறான், அவனுக்கு கொடுப்பதற்கு உணவில்லை, எனக்கு 3 அப்பம் கடன் கொடு, திருப்பி தருவேன், கடன் கொடு என்று மன்றாடுகிறான். அப்போது அவன் என்ன கூறுகிறார்? என்னை தொல்லைப்படுத்தாதே, கதவை திறந்த நாள் தர முடியாது, என் பிள்ளைகளும் என்னோடு படுக்கையில் இருக்கின்றார்கள். அப்பொழுது நண்பனோ சாம நேரத்தில் கதவை தட்டி கொண்டே இருந்தான். கதவை திறந்து கொடு, எனக்கு அப்பம் தேவை, எனக்கு நீ தர வேண்டும், நீ கதவை திறக்க வேண்டும். அவன் தட்டி கொண்டே இருந்தான். அவன் தன் நண்பன் என்பதற்காக திறந்து கொடுக்காவிட்டாலும் அவனுடைய தொல்லை தாங்க முடியாமல் அவனுக்கு எத்தனை அப்பங்கள் தேவையோ அதை கொடுக்காமல் இருப்பானோ கொடுப்பான் என்றார் ஆண்டவர் இயேசு. ஹல்லேலூயா, 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 ஹல்லேலூயா. ஆண்டவர் மீண்டும் கூறுகிறார், நீங்கள் தொடர்ந்து கேட்டால், அப்பம் இல்லையே, கேட்டால் கிடைக்குமா? எண்டில்லாமல் கேட்டால் கொடுக்கப்படும். கிடைக்கவில்லையா? தேடு, என்ன அப்பம்? ஆண்டவராம் ஆவியானவரன் அப்பம். ஹல்லேலூயா, ஹல்லேலூயா. கேளுங்கள் கொடுக்கப்படும், தட்டுங்கள், அதாவது ஆண்டவர் எப்போது தருவாரோ அதுவரை தட்டி கொண்டே இருங்கள். ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவராம் ஆவியானவரை பூமுகத்தே அனுப்ப வேண்டும், கேட்டுக்கொண்டே இருங்கள். ஹல்லேலூயா. மீண்டும், ஏனெனில் கேட்பவன் பெற்றுக்கொள்கிறான், தேடுகிறவன் கண்டடைகிறான். ஹல்லேலூயா, ஹல்லேலூயா. தட்டுகிறவனுக்கு திறக்கப்படும். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, ஆண்டவருடைய ராஜ்யத்தின் வாசலை, ஆண்டவராகிய தேவனுடைய பரலோக ராஜ்யத்தின் வாசலை திறக்கும் வரை, அதாவது கொள்ளளவில்லாத அவருடைய ராஜ்யத்தின் சக்தி பூமியை நிரப்பும் வரை அவருடைய மக்கள் இடைவிடாமல் அந்த ராஜ்யத்தின் கதவை திறக்க தட்டிக்கொண்டே இருக்க வேண்டும். ஹல்லேலூயா, ஹல்லேலூயா. உங்களுடைய குடும்ப தேவைக்கு, ஒரு சின்ன வேலைக்கு, ஒரு சின்ன காரியத்திற்கு உங்கள் இல்லத்தில் ஒரு விண்ணப்பம் செய்து நடக்கவில்லை என்றால் நீங்கள் சோர்ந்து போவீர்கள். ஆனால் ஆண்டவருடைய பிள்ளைகள் அவரை நோக்கி பல ஆண்டு காலமாக, 17 ஆண்டு காலமாக அவருடைய ராஜ்யத்தின் சக்தி பூலோகம் எங்கும் நிரப்பும்படியாக
அவரை நோக்கி மன்றாடி வருகின்றார்கள். ஆண்டவருடைய நாள் வரும் வரையிலும் ஆண்டவரையே காத்திருப்பார். நாம் என்ன செய்ய வேண்டும்? தட்டி கொண்டே இருக்க வேண்டும், ஜெபிக்க வேண்டும், ஆர்வத்தோடு ஜெபிக்க வேண்டும், ஆண்டவரை நோக்கி ஜெபிக்க வேண்டும். 11 வாசிப்போம். உங்களில் ஒருவன் தன் தந்தையிடம் அப்பம் கேட்டால் அந்த மகனுக்கு கல்லையா கொடுப்பான். மீன் கேட்டால் மீனுக்கு பதிலாக பாம்பையா கொடுப்பான். முட்டை கேட்டால் தேளையா கொடுப்பான். ஆகவே தீயோராகிய நீங்கள் உங்கள் பிள்ளைகளுக்கு நற்கொடைகள் கொடுப்பதற்கு தெரிந்திருந்தால் வானகத்தில் இருக்கிற உங்கள் தகப்பனாகிய கடவுள் தம்மிடம் கேட்பவர்களுக்கு, நல்ல கவனிங்க, வானகத்தில் உள்ள கடவுளாகிய தந்தை தம்மிடம் கேட்பவர்களுக்கு எவ்வளவோ அதிகமாய் பரிசுத்த ஆவியை அளிப்பார் என்றார். ஹல்லேலூயா, 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 ஹல்லேலூயா. என்ன கேட்க வேண்டும்? பரிசுத்த ஆவியை தாரும் ஆண்டவரே. ஏதோ கூட்டத்தில் ஒரு நாள் வந்து ஆராதனையில் கலந்து கொண்டு திரும்பி செல்வதல்ல பிரேயர். எல்லோரும் ஒன்றுபட்டென்றால் பூமி முழுமையாக அவருடைய அலைமோதும் வெள்ளப்பெருக்கு கடல் போல அதுபோலோகத்தை முழுமையாய் மூட வேண்டுமென்றால் பலாயிரக்கணக்கான மக்கள் ஒன்றித்து அவரை நோக்கி மன்றாட வேண்டும், அவரை நோக்கி ஜெபிக்க வேண்டும், ஆர்வத்தோடு கண்ணீரோடு பிதாவை நோக்கி ஜெபிக்க வேண்டும். ஆண்டவரே செயலாற்றும் என்று கேட்க வேண்டும். எப்படி இரவு சாம நேரத்தில் அப்பம் தேவை என்று தட்டி கொண்டிருந்தானோ நண்பன், அதே போல அவருடைய பரலோக ராஜ்யத்தின் வாசல் திறக்கும் வரை அவரிடம் தட்டி கொண்டே இருக்க வேண்டும். திறந்தருளும் ஆண்டவரே, திறந்தருளும் ஆண்டவரே, திறந்தருளும் ஆண்டவரே. உலகமாக பூமி முழுமையாக உமது சக்தி வியாபரிக்கும் வரை, மக்கள் எல்லோரும் உம்முடைய வல்லமையில் ஆளுகை செய்யும் வரை, உலக பூமி எங்கும் உம்முடைய சக்தி இறங்கி செயலாற்றும் வரை என்ன செய்ய வேண்டும்? அவரை நோக்கி கூக்குரல் எழுப்ப வேண்டும். அதைத்தான் ஆண்டவர் சொன்னார். ஆண்டவர் சொன்னார் லூக்கா 18வது அதிகாரத்தில் மனந்தளராமல் ஜெபிக்க வேண்டும் என்பதற்கு ஒரு உண்மையை சொன்னார். மனந்தளராமல் ஜெபிக்க வேண்டும். அநீதனோடு போராடிய பெண்ணுக்கு நீதி வழங்கினான் என்றால் உங்கள் தந்தையிடம் அவரால் தேர்ந்து கொள்ளப்பட்ட அவருடைய பிள்ளைகள் அவரை நோக்கி மன்றாடினால் அவர் நீதி வழங்காமல் இருப்பாரோ? ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, விளையாட்டு போல இந்த இல்லத்தில் ஏறி வராதீர்கள். இது ஆண்டவருடைய பவனம் என்பது மட்டுமல்ல, நம்மை மேலே கொண்டு போவதற்காக அவர் நமக்காய் உண்டாக்கிய அவருடைய இல்லம். ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவர் வாசம் செய்கிற பூமி. எப்படி ஆண்டவர் எகிப்திலிருந்து தன்னுடைய ஜனத்தை ஆபிரகாமின் சந்ததியாரை எப்படி அவர் கானானுக்கு அழைத்து வந்தாரோ, 40 ஆண்டளவு அவர்களுக்கு மன்னா பொழிய செய்தார். பாறையை தட்டி குடிப்பதற்கு தண்ணீர் கொடுத்தார். தளர்ந்து போகாமல் அவர்களுடைய காலில் கிடந்த காலணி தேய்ந்து போகாமல் ஆண்டவர் அவர்களை வழி நடத்தி வந்தார். ஏதாவது ஜவுளி கடை இருக்குமா?
ஏதாவது தையல் எந்திரங்கள் இருக்குமா? 40 ஆண்டு காலம் அந்த மக்கள் இட்ட அவர்களுடைய ஆடைகள் அப்படியே அவர்களுடைய உடலில் குறையவே இல்லையாம். கடவுளை எண்ணி பார்ப்பதுண்டா? கடவுளை அன்பு செய்ய தெரியுமா? கடவுளோடு பேச தெரியுமா? ஆண்டவர் செய்த நன்மைகள் எவ்வளவோ பெருமையானது. இஸ்ரவேல் மக்களை அவர் கொண்டு வரும்போது அவர்கள் எந்த வேதனையோடு கடந்து வந்தார்களோ அது புரியாமல் தெரியாமல் இருக்க எல்லா நாட்களிலும் 6 நாட்களிலும் அவர் மன்னா பொழிய பண்ணினார். காடைகள் இல்லையே, இறைச்சி இல்லையே என்று அழுதார்கள். இறைச்சியிலேயே நாங்கள் எங்கள் நாட்டில் இருந்தபோது, எகிப்தில் இருந்தபோது உண்டு மகிழ்ந்தோமே, எங்களுக்கு இன்று இல்லையே என்றார்கள். ஆண்டவர் காடைகளை வரவழைத்தார். அந்த மக்கள் எல்லோரும் வாரி பெருக்கி எடுத்தார்கள். எத்தனையோ லட்சக்கணக்கான காடைகள் பறந்து வந்ததாம். தண்ணீரிலே என்றார்கள் ஆண்டவரை கண்டவர்கள். ஆண்டவரோ பாறையை பிளந்து பாறையை தட்டி தண்ணீர் கொடுத்தார். அதே ஆண்டவர் தான் இடப்பாடின ஆண்டவர். அந்த மக்களை வழி நடத்தியது அந்த இஸ்ரவேல் ஜனம் கானானுக்கு செல்லும்படியாக வழிநடத்தினார். அருமையானவர்களே, இந்த காலமோ ஆண்டவர் குடிகொண்ட பூமியில் பரலோகம் கொண்டு போக உங்களை வழி நடத்தி கொண்டிருக்கிறார். ஆண்டவர் முன்னால் அச்சத்தோடு பயத்தோடு தாழ்ந்து விழுந்து அவரை கும்பிட்டு ஆராதிக்க வேண்டும். அவர் கடவுள். வானத்தையும் பூமியையும் அவருடைய சக்தியால் இயக்குபவர். அவர் கடவுள். வானமண்டலத்தையும் பூலோகம் அனைத்தையும் பூலகின் எல்லா ஜனங்களுக்கும் ஜீவன் மூச்சு ஆனவர் ஆண்டவர். உங்களுக்கு தெரியாது, படுத்தால் எழுப்புவதும் ஆண்டவர். நீங்கள் நடப்பது ஆண்டவரால், நீங்கள் செயல்படுவது ஆண்டவரால், நீங்கள் பேசுவது ஆண்டவரால், நிற்பது ஆண்டவரால். அவர் இல்லையே மனிதன் பிணம், சரீரம் பிணம். சரீரத்தை அடக்கம் பண்ண காத்திருப்பது பூமி. சரீரத்தை கொண்டு போக காத்திருப்பவர்கள் நஷ்டாடு திறக்க வேண்டியவர்கள். நாம் எங்கே போக வேண்டும்? நான் எங்கே போக வேண்டும்? ஆண்டவரோடு சொல்லுங்கள், அப்பா என்னில் குறைகள் ஏராளம் உண்டு, என்னில் குற்றங்கள் ஏராளம் உண்டு, வஞ்சனையான மனநிலையோடு இருந்தேன். ஆனால் என்னை இல்லைப்பா, என்னை இல்லை, நீர் எனக்கு போதும். இந்த உலகம் தராத சம்பத்தை எனக்காக வைத்திருக்கிற ஆண்டவர் எனக்கு போதும். இந்த உலக பூமி அல்ல எனக்கு சம்பத்து, பரலோக ராஜ்யத்தில் எனக்கு இடமளித்திருக்கிறே. ஹல்லேலூயா. நீர் வரும்போது நான் வர வேண்டும். ஹல்லேலூயா. ஆண்டவருக்கு மனதார கோடி நன்றி சொல்லுங்கள். அவரோடு தாழ்மையோடு இரக்கத்தோடு மன்றாடுங்கள். அப்பா என்னை விட்டு விடாதையும், என்னை தள்ளி விடாதையும் அப்பா, நான் உம்மோடு வர வேண்டும். என்னுடைய குடும்ப சூழ்நிலையாலே நான் உம்மை மறந்து போனேன். உம்முடைய இரக்கத்தை மன்றாட வேண்டிய நான் இரக்கம் விட்டு விலகி போனேன். ஆண்டவரே கர்த்தாவே, எனக்கு நீர் போதும் என்று அவரோடு பேசி கண்ணீரோடு செபியுங்கள். அவர் பொறுத்துக்கொள்வார், ஏற்றுக்கொள்வார். எல்லோரும் முழங்கால் படியிடுவோம். Praise the Lord. Hallelujah. 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 Amen. Hallelujah. Amen. Hallelujah. ஒவ்வொரு குடும்பத்தினுள்ளும் அவர்களை சுற்றி இருக்கும் உரலெங்கும் உமது ஆவி பெய்திறங்கட்டும், மழை போல பெய்திறங்கட்டும். இந்த வல்லமை கடல் போல வல்லமை கடந்து செல்லட்டும். கடல் போல வல்லமை எழுந்து செல்லட்டும். கடல் போல வல்லமை புறப்பட்டு செல்லட்டும். வல்லமை ஊட்டருவி போல புறப்பட்டு செல்லட்டும். Praise the Lord. Glory to Lord. Glory to Lord. Glory to Lord. Praise the Lord.
Glory to Lord. Amen. Hallelujah. 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 வல்லமை 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 தேவ வல்லமை தேவ வல்லமை 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 பூமி முழுமையாக பூலோகம் முழுமையாக நிரம்ப வேண்டிய வல்லமை எழுப்புதலின் வல்லமை வல்லமை வல்லமை. Praise the Lord. Glory to Lord. Glory to Lord. Praise the Lord. Glory to Lord. நன்றி ஆண்டவரே, நன்றியோடு துதிக்கிறோம் ஆண்டவரே. Praise the Lord. ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. உன்னதத்தின் வல்லமை, வாக்களித்த வல்லமை, பெந்தக்கோஸ்தே காலத்தின் வல்லமை வல்லமை, இடப்பாடை நிரப்பிக் கொண்டிருக்கிற வல்லமை, தேவ பிள்ளைகளாக்கும் வல்லமை, மக்களை நிரப்பி நிரப்பி ஆளுகை செய்கிற வல்லமை 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 தேவ வல்லமை வல்லமை வல்லமை. Praise the Lord. Glory to Lord. Glory to Lord. Glory to Lord. Praise the Lord. Praise the Lord. Glory to Lord. Amen. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Praise the Lord. Praise the Lord. அப்பா பா நிரப்பும் 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 வல்லமையால் நிரப்பும் வல்லமையால் நிரப்பும் விடுதலை அளிக்கும் வல்லமை, சுகப்படுத்தும் வல்லமை, சந்தோஷம் தருகிற வல்லமை, சமாதானம் தருகிற வல்லமை 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 வல்லமை. ஆமென். அல்லேலூயா. நன்றியோடுமை துதிக்கிறோம் ஆண்டவரே, நன்றியோடுமை ஸ்தோத்திரிக்கிறோம் ஆண்டவரே. செய்த நன்மைகள் ஏராளம், உமக்கு நன்றி ஆண்டவரே. இதோ காணும் மக்கள் மத்தியிலே வியாதியோடு இருப்பவர்களுக்கு பூர்ண விடுதலை அளிக்கும்படியே ஜபிக்கிறேன், சுகப்படுத்தும்படியே ஜபிக்கிறேன் ஆண்டவரே, விடுவிக்கும்படியே ஜபிக்கிறேன், தீய கட்டுக்கள் அவிழ்க்கும்படியே ஜபிக்கிறேன், நன்மை பெருகும்படியே ஜபிக்கிறேன், நன்மை பெருகும்படியே ஜபிக்கிறேன், ஆசீர்வதிக்கும்படியே ஜபிக்கிறேன். ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் 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 ஆசீர்வதியும், பலப்படுத்தும் சக்திப்படுத்தும், ஆசீர்வதியும் 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 ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும். எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபங்களும் நல்ல பிதாவே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரே, என் முழு உள்ளமே அவருடைய பரிசுத்த நாமத்தை ஸ்தோத்திரே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரே, அவர் சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. நன்றி ஆண்டவரே, நன்றி நன்றி.